കേരള സർവകലാശാല പ്രതിസന്ധിയിൽ സിൻഡിക്കേറ്റും ജീവനക്കാരും നേർക്കുനേർ. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ഇന്ന് ജീവനക്കാരുടെ പ്രതിഷേധം. ജീവനക്കാർക്കെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കള്ളക്കേസ് കൊടുത്തു എന്നാണ് ആരോപണം. രജിസ്ട്രാർ KS സനൽകുമാർ നൽകിയ ഹർജിയിൽ വിധി വരാനിരിക്കെയാണ് പ്രതിഷേധം. ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് മോർണിംഗ് ഗോപാൽ ഷീല സനൽ. പ്രതിസന്ധിയിൽ വാക്കേറ്റവും കൂടി വരികയാണ്. ജീവനക്കാരുടെ പ്രതിഷേധം എപ്പോഴാണ്? സുജയ, ഇന്ന് രാവിലെ 11 മണിക്കാണ് സർവകലാശാലയിൽ ജീവനക്കാരുടെ പ്രതിഷേധം നടക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച സിൻഡിക്കേറ്റ് അംഗങ്ങളും അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് BJP സംഘടനാ ജീവനക്കാരും തമ്മിൽ വലിയ വാക്കേറ്റവും തർക്കവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പരസ്പരം ഇരുകൂട്ടരും പരാതി നൽകുകയും ചെയ്തു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി എന്ന് കാട്ടി കോൺഗ്രസ് ജീവനക്കാരുടെ സംഘടനയും, മറുവശത്ത് സിൻഡിക്കേറ്റ് റൂമിൽ അതിക്രമിച്ചു കഴിഞ്ഞ് കയറി പ്രധാനപ്പെട്ട രഹസ്യ സ്വഭാവം രേഖകൾ നശിപ്പിച്ചു എന്നാരോപിച്ച് സിൻഡിക്കേറ്റും പോലീസിനും സർവകലാശാലയ്ക്കും പരാതി നൽകി. അത്തരത്തിൽ രണ്ടിടങ്ങളിൽ 2 പരാതികളുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പുരോഗമിക്കവെയാണ് രണ്ട് കൂട്ടരും തമ്മിൽ വീണ്ടും നേർക്കുന്ന ഏറ്റുമുട്ടലിന് കളമൊരുങ്ങുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് സർവകലാശാലയിൽ കോൺഗ്രസ് ജീവനക്കാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ്. നിയമപരമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ നീതി പാലിക്കുക, അവരുടെ നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാവിലെ 11 മണിക്ക് സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ജനാധിപത്യപരമായി പെരുമാറാൻ ആഗ്രഹിക്കുന്ന, ഇനിയും സർവകലാശാലയിൽ തുടർന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ജീവനക്കാരും പങ്കെടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ജീവനക്കാരുടെ സംഘടന മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPI സംഘടനയിലെ ജീവനക്കാരടക്കം വലിയ അതൃപ്തി രേഖപ്പെടുത്തി, അതായത് ഇടത് സംഘടനയാണ് എന്ന് ആലോചിക്കണം, വലിയ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജന്മിക്കുടിയാൻ വ്യവസ്ഥയിൽ പെരുമാറുന്നുവെന്നും സുപ്രീം പവർ ഉള്ളവരാണ് എന്ന് ധരിച്ചു വെച്ച് അവർ ജീവനക്കാരെ വിളിച്ചു വരുത്തി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ശാസിക്കുന്നുവെന്നൊക്കെയായിരുന്നു അവരുടെ ആരോപണം. ആദ്യഘട്ടത്തിൽ അനിൽകുമാറിനെതിരായ നടപടി ഉണ്ടായപ്പോൾ ജീവനക്കാർ ഒറ്റക്കെട്ടായി നിന്ന് അനിൽകുമാറിന് വേണ്ടി സമരം ചെയ്തതും പ്രതിഷേധിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചേരിതിരിവുണ്ടായിരിക്കുന്നത്. ശരി, ഗോപാൽ ഷീല സനലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. രജിസ്ട്രാറുടെ ഹർജി എത്തുന്നു. ജീവനക്കാരുടെ പ്രതിഷേധം. അങ്ങനെ കേരള സർവകലാശാല ഇന്ന് തലക്കെട്ടുകളിൽ നിറയുകയാണ്.